നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല? നിങ്ങളുടെ വീട്ടിൽ കേട്ടില്ല? അക്ബറിന്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ കേട്ടോ? ഇല്ല. ഈ ഒരൊറ്റ വാക്കുകൊണ്ടാണ് ഈ ഫ്രോഡിനെ നമ്മൾ ഇത്ര അധികം സപ്പോർട്ട് ചെയ്യുന്നുള്ളതാ. ഈ ഒരൊറ്റ വാക്കുകൊണ്ട് മഴവില്ലുകളെ ഞങ്ങൾ വീട്ടിലേക്ക് കയറ്റില്ല എന്നുള്ള വാക്കുകൊണ്ട്, ഇതൊരിക്കലും നോർമലൈസ് ചെയ്യരുത് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട്. എന്നാൽ എത്ര വലിയ ഫ്രോഡാണ് ലക്ഷ്മി എന്ന് ഇതിനോടകം തെളിഞ്ഞിരിക്കുന്നുള്ളതാ. അടുത്ത നോമിനേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വോട്ട് ചെയ്യാതെ പുറത്തേക്ക് ഇടുക. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇവൾ നമ്മളെ പോലെയുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ട് വോട്ട് നേടി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഗെയിമും കളിക്കില്ല. വളരെ മോശപ്പെട്ട പെർഫോമൻസ്. ഈ ഒരു വാക്ക് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആദ്യ ആഴ്ചയിൽ മസ്താനിയുടെ കൂടെ പുറത്തു പോകേണ്ട ഒരു വ്യക്തിയാണ് ലക്ഷ്മി. നമുക്ക് നേരെ വീട്ടിലോട്ട് കടക്കാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എല്ലാം തെളിവുകളോട് കൂടിയിട്ട് നമുക്ക് പറയാം എന്നുള്ളത്. തെളിവുകൾ കാണും നിങ്ങൾ. എന്നിട്ട് ലക്ഷ്മിയെ LGBTQനെ എതിർത്തു എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഈ ലക്ഷ്മിയും ആദിലയും തമ്മിൽ നടന്ന ഒരു കോൺവെർസേഷൻ ആണ്. ഇത് മുഴുവൻ ഒന്ന് നിങ്ങൾ കേൾക്കുക. അതോടുകൂടി തന്നെ ലക്ഷ്മിയുടെ ഇരട്ടത്തപ്പ് മനസ്സിലാവും. ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ലേ, പിന്നെന്താ എന്ന് പറഞ്ഞാലും എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും അത്ര ഈസിലി മറ്റേത് നോർമലൈസ് ചെയ്യപ്പെടുന്നത് രണ്ട് ജെൻഡർ ഉണ്ട്. ഇപ്പം മാൻ ആൻഡ് വിമൻ എന്നല്ലേ അവർ പഠിക്കുന്നത്, ബോയോ ഗേൾ. ഇപ്പൊ സംബന്ധിനാണെങ്കിൽ രണ്ടേ അറിയുള്ളൂ, അത് കൂടുതൽ അറിയത്തില്ല. അത് കൂടുതൽ അവൻ അറിഞ്ഞു തുടങ്ങേണ്ട ഒരു പ്രായം അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊരു പാരന്റിന്റെ റൈറ്റിന് അവിടെ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്, ഹിൻഡ്രൻസ് വരുന്നുണ്ട്. അതാണ് എനിക്ക് പ്രശ്നമുള്ളത്. അത് അവരപ്പം അറിഞ്ഞാൽ മതി. ഓക്കെ, അവർക്ക് ആകെയുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മകൻ രണ്ട് ജെൻഡറിലെന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ, അവനൊരു പ്രായമാകുമ്പോൾ മനസ്സിലാക്കിയാൽ മതി, ഇത്രയേ ഉള്ളൂ. അപ്പൊ നോർമലൈസ് ചെയ്യുന്നതിലൊന്നും താങ്കൾക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തപ്പോഴോ എന്ത് ഊള ഡയലോഗാ അടിച്ചത്. ഇത് നോർമലൈസ് ചെയ്യാൻ പാടില്ല, അപകടമാണ് എന്ന് നമ്മൾ ചൂണ്ടി കാണിക്കുകയാണ്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മളെ കൊഞ്ചലം കുത്തുന്ന കുറെ ആളുകളുണ്ട്. കാരണം അവരുടെ മക്കളും വേണ്ടപ്പെട്ട ആളുകളും സേഫ് സോണിൽ ഇരിക്കുകയാണ്. അവർക്ക് ആരെയും സപ്പോർട്ട് ചെയ്യാം. ലക്ഷ്മി വാക്ക് ഇവിടെ മാറ്റുകയാണ്. തുടർന്ന് കേൾക്കാം. ജനറേഷൻസ് എല്ലാം കാണുന്നുണ്ട്. കുഞ്ഞ് ഇപ്പൊ സമയം ഞാൻ കാണിക്കാറുണ്ട്. ഇതിനേക്കാളും ചെറിയ പിള്ളേർ ലൈവ് മൊത്തം കാണുന്നുണ്ടാവുന്ന ഒബ്വിയസ്ലി ഉറപ്പാ. ഇതെന്നല്ല, അല്ലാതെ ജനറലി ഉള്ള നമ്മുടെ ഈ വഴക്കും ഇതും ഗുഡ് അല്ലല്ലോ. കൂടുതലുള്ള ഒരു സംസാരം പോലും ഞാൻ കാണിക്കത്തില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഇവിടുത്തെ എന്നല്ല, ജനറലി ഉള്ളത് നോക്കുവാണെങ്കിലും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് പിള്ളേരെ കണ്ടുകൂടാം. പക്ഷെ അന്ന് ലക്ഷ്മി പറഞ്ഞത് ഇൻഫ്ലുവൻസിന്റെ കാര്യമാണല്ലോ, കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും എന്നുള്ളൊരു സംഗതി. ഇൻഫ്ലുവൻസ് ആണ് എനിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല. നോർമലൈസ് ചെയ്ത് ആ ഒരു ഏജിലുള്ള അതിനേക്കാൾ ഇപ്പൊ ഞാൻ എന്റെ ഒരു ഏജ് എത്തുമ്പോൾ നോർമലൈസ് ചെയ്യാം. ഒരു ഏജ് എത്തുമ്പോൾ അവർ അറിഞ്ഞാൽ മതി, അതിന് മുന്നേ അവർ അറിയണ്ട. പിന്നെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തതെന്ന് പറഞ്ഞാ അത് ആ ഒരു അമ്മ പറഞ്ഞല്ലോ, ഡാൻസിനുള്ള സിറ്റൗട്ടിൽ വരികയാണെങ്കിലും വന്നോളാം. എന്റെ വീടല്ലാതെ അമ്മയുടെ കൂടെ വീട്. ഓൾവേസ് വെൽക്കം. അങ്ങോട്ട് വന്നോ. അല്ല എന്താ അപ്പൊ അങ്ങനെ പറഞ്ഞേ? മസ്താനിയായിട്ട് പ്ലാൻ ആയിരുന്നു. മസ്താനായിട്ട് പ്ലാൻ. ഒരു ഏജ് ആയി കഴിഞ്ഞാൽ എന്റെ മകൻ മനസ്സിലാക്കിക്കോട്ടെ, അപ്പൊ നോർമലൈസ് ചെയ്യാം എന്ന് തന്നെയാണ്. അതിൽ ചോദിച്ച ചോദ്യം വ്യക്തമാണ്. നിങ്ങൾ നോർമലൈസ് ചെയ്യാൻ താല്പര്യമില്ല, ഇത് കുട്ടികൾ കണ്ട് പഠിക്കും എന്നാണല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്താ വാക്ക് മാറ്റുന്നത് എന്നുള്ളത് ഇത് തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എന്തുകൊണ്ട് വാക്ക് മാറ്റുന്നു എന്നുള്ളത്. നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ഊളത്തരവും നിലപാട് മാറ്റി പറയാം എന്നുണ്ടെങ്കിൽ ഇവരെ പുറത്ത് താഴെ ഇടാൻ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള വ്യൂവേഴ്സിനെ കൊണ്ട് കഴിയും. നിങ്ങൾക്ക് ശമ്പളമായിട്ട് അവിടുന്ന് കിട്ടുന്നത് ഞങ്ങൾ മാസം ഹോട്ട്സ്റ്റാറിനൊക്കെ കൊടുക്കുന്ന പണമുണ്ടല്ലോ, അതും കൂടിയാണ് എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യന്മാർ കൊടുക്കുന്ന ഓരോ വ്യൂവും അവർക്ക് പണമാണ്. ഇവര് അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടെ നിൽക്കാനും താല്പര്യമില്ലെങ്കിൽ പുറത്തെറിയാനും കഴിയും എന്നുള്ളതാണ്. നമ്മുടെ വോട്ട് പിന്നെ എന്ത് ഉണ്ടാക്കിയുള്ളതാണ്. ഒരുപാട് ബോട്ടും കപ്പലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ടുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും സാധാരണക്കാരുടെ വോട്ടിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കുക. ലക്ഷ്മി ഒരു ഇരട്ടത്താപ്പുകാരി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. LGBTQ ഞാൻ എതിർക്കുന്നു, അവരോട് എനിക്ക് താല്പര്യമില്ല, അത് നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്ന ആ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് എങ്കിൽ ആദില വന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ മുട്ടു വിറച്ചു പോയി. ഇതാണോ ആർജവം? ഇതാണോ കരുത്ത്? ഇതാണോ നമ്മൾ സപ്പോർട്ട് ചെയ്ത ലക്ഷ്മിയുടെ നിലപാട്? കൊള്ളാമല്ലേ? തുടർന്ന് കേൾക്കാൻ കേട്ടോ. എല്ലാരെയും ഞാൻ അമ്പലപ്പുഴ എന്റെ വീട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നു. ഓക്കെ, ആദില, നൂറ, ഇവൾ വീട്ടിൽ കയറ്റുന്നതിനാണെങ്കിലും സിറ്റൗണിൽ ഇരുന്നാൽ മതി. കേട്ടല്ലോ, എല്ലാവരും ഇരുന്നു. അതെല്ലാം പിണക്കം. അതൊരു ഏജിന്റെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ടല്ലോ. ഓരോരുത്തർക്കും ഒരു വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വം നന്മയുള്ളതായിരിക്കണം. ഇത് അലമ്പ്, അറപ്പ് തോന്നുന്ന വ്യക്തിത്വമായി പോയല്ലോ എന്റെ പൊന്നമ്മച്ചി ലക്ഷ്മിയുടേത്. നിങ്ങൾ നേരെ തിരുത്തിയെങ്കിൽ പോലും ഞങ്ങൾ അത്ഭുതപ്പെട്ടേനെ. പക്ഷെ നിങ്ങൾ തിരുത്തിയില്ലല്ലോ. വീടിന്റെ അകത്തല്ല, മുറ്റത്ത് തന്നെയാണ് ഇവരെ ഇരുത്തേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അത് തന്നെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇത് തന്നെയാണ് നിലപാട് എന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ പോലും വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് തുച്ഛമായി അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പണത്തിന് വേണ്ടി നിലപാട് പണയം വെക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ
അവരൊരിക്കലും കരുത്തുള്ള ഒരു സ്ത്രീയായിട്ട് കാണാൻ നമ്മളെ പോലെയുള്ള ആളുകൾ കഴിയില്ല. LGBTQ ആകാശത്താണ് മഴവില്ല് എന്ന് പറയുന്ന ആർജവം ഉണ്ടല്ലോ, ആ ആർജവം ഒരിക്കലും മാറ്റി പറയാൻ പാടില്ല എന്നുള്ളതാണ്. നാളെ എന്റെ കുഞ്ഞിന് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊരു മഹാരോഗമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനുഷ്യകുലത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള മഹാമാരി തന്നെയാണ് ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ലക്ഷ്മി മാറ്റി പറയുന്നു. ബിഗ് ബോസിനകത്താണ് അവൾ നിൽക്കുന്നത്. നമുക്ക് എപ്പോഴാണെങ്കിലും നോമിനേഷൻ വരുമ്പോൾ എടുത്ത് ദൂരെ കളയാൻ കഴിയും, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനെ മഴവില്ലുകളെ താരാട്ടുപാടി ഉറക്കുന്നത്? ഇത് മഹാ അപകടമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നു? എന്റെ കുഞ്ഞുങ്ങളെല്ലാം സേഫ് സോണിലാണല്ലോ എന്ന് കരുതിക്കൊണ്ടാകുമല്ലേ? കൊള്ളാം, കീപ് ഗോയിങ്. എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ആർ യു സ്ട്രേറ്റ്, ആർ യു ലക്ഷ്മി എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ലക്ഷ്മിക്ക് ഇത് പ്രോബ്ലം ആണോ? ഇയാള് പ്രോബ്ലം ആണോ ലക്ഷ്മി? നവീൻ ഇല്ല ചോദിക്കും. അത് പ്രോബ്ലം അല്ലേ? ആണോ? അല്ല, ആരൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത്. അതായത് ലെസ്ബിയൻ കപ്പിൾസിനെ തന്റെ മക്കൾ ടിവിയിലൂടെ കാണുമ്പോൾ അല്ലെങ്കിൽ മകൻ ടിവിയിലൂടെ കാണുമ്പോൾ അവ ഇൻസ്പയർ ആവാനും അത് തെറ്റായ ദിശയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ലെസ്ബിയൻ കപ്പിൾസിനെ, മകനാണല്ലോ. ഇവിടെ ഗേ കപ്പിൾസിനെ കണ്ടാലോ ഗേയെ സപ്പോർട്ട് ചെയ്യുന്നതോ കണ്ടാലും മനസ്സിലാക്കിയാലും മകൻ ആ രീതിയിൽ പോകില്ല എന്നാണോ താങ്കൾ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ല, അതിന്റെ ധ്വനി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാം ഒരുപോലെ തന്നെ കാണാം. LGBTQ ഒരുപോലെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. സമൂഹത്തിൽ മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുകയും ചേർത്ത് വെക്കേണ്ടവരെ ചേർത്ത് വെക്കുകയും വേണം. LGBTQയിലുള്ള എല്ലാവരും മോശക്കാരാണെന്നോ എല്ലാവരും നല്ലവരാണോ എന്ന അഭിപ്രായം എനിക്കില്ല. ഒരുപാട് നല്ലവരുണ്ട്, ഒരുപാട് മോശപ്പെട്ട ആളുകളുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത് നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് ഒന്ന് നോക്കുക. അവരിങ്ങനെ പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾ പറയും, അയ്യോ ഇതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ പാടില്ല കേട്ടോ എന്നുള്ളത്. വളരെ മൈനോറിറ്റി ആയിട്ടുള്ള മനുഷ്യന്മാരാണ് ഇവര്, വളരെ മൈനോറിറ്റിയാണ്. എന്നാൽ ശബ്ദവും സംസാരവും അതൊക്കെ കേൾക്കുമ്പോൾ അവർ മെജോറിറ്റി ആണെന്ന് തോന്നിപ്പോകും. ഇവരെങ്ങാനും മെജോറിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേണ്ടത് ആവശ്യമില്ലല്ലോ അല്ലേ? എന്റെ പെർസ്പെക്റ്റീവ് ആണ്. എനിക്കിത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്കിത് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഏത് ഏജിലാണ് എന്റെ മക്കളോ അല്ലെങ്കിൽ വേറൊരു പാരന്റ് ഒരു കുട്ടി എപ്പോ ഒരു കാര്യം അറിയണമെന്ന് തീരുമാനിക്കേണ്ടത് പെർസ്പെക്റ്റീവ്. ആര് പറഞ്ഞാലും എന്തോ എല്ലാവരുടെയും കൂടെ എനിക്ക് ചേരുന്ന കാര്യമില്ല. എനിക്ക് എന്റെ പെർസ്പെക്റ്റീവ്, അത് ഞാൻ മാറാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി ബാഡ്. ഈ വാക്ക് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അവരവിടെ നിലനിന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിലപാട് മാറ്റിയിരിക്കുന്നു. ഇനി നിലപാട് മാറ്റിയ ആളുകളെ തോളത്തേറ്റി നടക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളും ഇത് നോർമലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയും നാള് നൂറയും ആദിലയും അവിടെ നിന്നിട്ടുണ്ട് എങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മക്കളോ അല്ലെങ്കിൽ പെങ്ങന്മാരോ ഒക്കെ ഈ രീതിയിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആവാനല്ല ഒരു സാധ്യത അവിടെ കാണുന്നില്ലേ? ഇവരും മനുഷ്യന്മാരാണ്, അവർക്കും ജീവിക്കണം എന്ന് പറയുന്ന വാക്കിനോട് ഞാൻ യോജിക്കുന്നു. നമ്മളെ പോലെ രക്തം ശരീരത്തിലൂടെ ഒഴുകുന്ന മനുഷ്യന്മാർ തന്നെയാണ് അവര്. എന്നാൽ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോ ഈ പ്രകൃതി തന്നെ അതിന് റിയാക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം. എന്നാൽ പോലും നമ്മൾ പറയേണ്ടത് പറയുക തന്നെ വേണം. ഇതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ പാടില്ല. അപകടമാണ്, വലിയ അപകടമാണ്. അന്ന് അവൾ സംസാരിച്ച രീതിയാണ് നിങ്ങൾ കേട്ടത്. ഇതിനെതിരെ സംസാരിച്ചപ്പോ ആർജവം കണ്ടപ്പോ നിങ്ങൾ എല്ലാവരും അതിൽ മയങ്ങി വീണു. പക്ഷെ അതൊരു കറുപ്പെന്ന മായാജാലമായിരുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ അവരോട്? സർ, ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിലാണ്. ലാൽ സർ, ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് പറയാം. നിങ്ങൾ ഈ ഷോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽസിനെയാണ് ചോദ്യം ചെയ്യുന്നത്. എത്രയോ കഴിഞ്ഞ ഷോയിലും ലോകത്തുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അവർക്ക് എന്താണ് കുഴപ്പം? അവർക്ക് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് കുഴപ്പം നമുക്കറിയില്ലല്ലോ. നമുക്കാണല്ലോ കുഴപ്പം മൊത്തം. കാരണം നമ്മളിത് അനുവദിക്കുന്നില്ലല്ലോ. നമുക്ക് വലിയ പ്രശ്നക്കാരാണ് നമ്മൾ. നാളെ എന്റെ മകൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഞാനത് എതിർക്കുകയാണെങ്കിൽ അത് എന്റെ കുഴപ്പമാണ് ലാലേട്ടാ, ഞങ്ങളുടെ മാത്രം കുഴപ്പമാണ്. LGBT മാത്രമാണ് ശരി. അവർ വിചാരിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അവർ മാത്രമാണ് ശരി. ഞങ്ങളൊക്കെ കുഴപ്പക്കാരാണ് ലാലേട്ട. എന്താ ലാലേട്ടന് മട്ടൻ ബിരിയാണി ഇഷ്ടമാണെന്ന് കരുതിക്കൊണ്ട് എനിക്ക് മട്ടൻ ബിരിയാണി ഇഷ്ടപ്പെടണം എന്നുള്ള തിട്ടൂരൊക്കെ വേണോ ലാലേട്ട? വലിയ മണ്ടത്തരല്ലേ? കാണുന്നവരുടെ കണ്ണിലാണ് കുരു എന്നുള്ള നെവിന്റെ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് പറയുവാണ്. നല്ല ബോണ്ടിങ് ആണ്, അത് കാണുന്നവരുടെ പ്രശ്നമാണ്. തോന്നലുകൾക്ക് ഇവിടെ പ്രസക്തി ഇല്ല. ഇവിടെ തോന്നലുകളൊന്നുമില്ല. ലക്ഷ്മി ഇരട്ടത്താപ്പുകാരി തന്നെയാണ്. അവർ വോട്ടിന് വേണ്ടി തന്നെയാണ് ആ പൊറോട്ട് നാടകം കളിച്ചത്. 7ന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഈ ബിഗ് ബോസിന്റെ ലക്ഷ്യം അത് മഴവില്ലുകളെ താരാട്ടുപാടി ഉറക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് ഊട്ടി ഉറപ്പിക്കേണ്ടി വരും. ഈ ആഴ്ച ആദില സേഫാണ്.
അവൾ ക്യാപ്റ്റനായി. എന്നാൽ നൂറ ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അടുത്ത ആഴ്ച ആര് ക്യാപ്റ്റൻ ആവും എന്നൊന്നും അറിയില്ല. എന്നാൽ പോലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരിക്കലും ഇത് നോർമലൈസ് ചെയ്യരുത്. സ്വന്തം മക്കളിലേക്ക് നോക്കിക്കൊണ്ട് മാത്രം അത് പറയുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.